ആഫ്റ്റർ BCA വേറൊരു കോഴ്സ് എന്ന രീതിയിലാണ് ഞാൻ AML ജോയിൻ ചെയ്തത്. പക്ഷെ അതെൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഹായ്, ഞാൻ വൈശാഖ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഒരു BCA ഗ്രാജുവേറ്റ് ആണ്. ആഫ്റ്റർ BCA എനിക്കൊരു കോഴ്സ് എടുക്കണമെന്നായിരുന്നു. പക്ഷെ അത് എന്ത് കോഴ്സാണ്, ഏത് അക്കാദമിയിൽ എടുക്കണം, അതൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ലിങ്ക് അക്കാദമിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നത്. ക്ലാസ് തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഇംപ്രസ് ആയിരുന്നു. കാരണം അവിടെ ഒരു തിയറി ബേസ്ഡ് ക്ലാസ് അല്ല ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ഫുള്ളി പ്രാക്ടിക്കൽ ബേസ്ഡ് ക്ലാസ് ആയിരുന്നു. ഇതിനോട് മെൻറ്റേഴ്സ് ആയിക്കോട്ടെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എനിക്കൊരു 5 to 6 പ്രൊജക്ട്സ് ഇവിടെ ചെയ്യാൻ പറ്റി. പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിക്കണതോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഫുൾ സ്റ്റാക്ക് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 5 to 6 പ്രൊജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ചെയ്ത പ്രൊജക്റ്റിലെ ഒരു കീ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു AI പവർഡ് ഡാറ്റ അനലിസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂസറിന് ഒരു ഡാറ്റയോടെ എങ്ങനെ കോൺവെർസേഷനലി ഇൻട്രാക്ട് ചെയ്യാം, ഡാറ്റ ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റും. നോൺ ടെക്നിക്കൽ യൂസറിനായാലും ടെക്നിക്കൽ യൂസറിനായാലും ഈസിലി ഇൻട്രാക്ട് ചെയ്യാൻ ഉള്ള രീതിയിലായിരുന്നു. ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെക്ഷൻസ് ആയിക്കോട്ടെ, മോക്ക് ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, ഒരു ജോബിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇൻ്റർവ്യൂസ് ഈസിലി ക്രാക്ക് ചെയ്യാനും എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ ഗ്രാഫിറ്റോ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ AI റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ഇന്ത്യനായിട്ട് പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ജേണിയിൽ എന്നെ ഫുള്ളായി സപ്പോർട്ട് ചെയ്ത ലിങ്ക് അക്കാദമിക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇനി വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസും സീരിയസ്നെസ്സും കൊടുക്കുക. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. എന്തായാലും സക്സസ് ഉറപ്പാണ്.